പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. നമ്മുടെ കർത്താവ് വേഗം വരുന്നെന്ന് കേൾക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ഉള്ളം ഇങ്ങനെ തുടിക്കും. കാരണം അവരുടെ പ്രത്യാശ വിഷയമാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് ഇത്രമാത്രം തുള്ളിച്ചാടാൻ കാരണം എന്താണെന്നറിയാമോ? കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹ ദിനം എന്ന് കേൾക്കുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിനു വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും, അല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ടവർ ആ നാളിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതൊരു വലിയ കാര്യമാണ്. എല്ലാ രക്ഷിക്കപ്പെട്ടവരുടെയും എന്ത് കഴിഞ്ഞു? അവരുടെ, നമ്മൾ നാട്ടിൽ പറയുമല്ലോ, എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒത്തുകല്യാണം, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞോ? രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് കഴിഞ്ഞെന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഉണ്ടോ? നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ. നമ്മളെ എന്തായിട്ട് ഏൽപ്പിക്കാനാ? നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ. നമ്മുടെ കാന്തനെ പോലെ നിർമ്മലനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടത്തേക്ക് ഒരു നിർമ്മല കന്യക വേണം. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണേ, വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവർ അവരെങ്ങനെയായിരിക്കണം? നിർമ്മലരായി ജീവിക്കണം, നിർമ്മല കന്യകയായി. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഓരോ ദിവസവും നമുക്ക് വരുവാനിരിക്കുന്ന ആ വിവാഹം, അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം അധ്യായം 7-8 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പിന്നെ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ വിലപ്പെട്ടൊരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവൾ അവളെ തന്നെ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ ഒരുക്കണം. നമ്മളെ തന്നെ ഒരുക്കി ഈ വിവാഹത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ കാര്യത്തെ ഒരു മർമ്മമായിട്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യം ഞാനിന്ന് വായിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഉണ്ടോ? ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നോക്കണം, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നോക്കണമേ, വളരെ വളരെ വിലപ്പെട്ട കാര്യമൊക്കെ ഉള്ളവരെ. നമ്മൾ വളരെ ഈ വാക്യം, നമ്മൾ ക്രിസ്തുവും സഭയും ഒന്നാകാൻ പോകുകയാണ്. അവര് കർത്താവിൻ്റെ വരവിന് ശേഷം അല്ലെങ്കിൽ മരണാനന്തരം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വെളിപ്പെടുമ്പോൾ അവിടെ നടക്കുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, വിശുദ്ധന്മാരുടെ വഴി അത് ഇടുക്കമുള്ള വഴിയാണ്. ആ വാതിലിടുക്കമുള്ളതാണ്. അതിലെ പോകുന്നൊരു ചുരുക്കമാണ്. അപ്പോൾ ന്യായാസനത്തിലാണ് യഥാർത്ഥ കാന്ത വെളിപ്പെടാൻ പോകുന്നത്, ജ്യാളികൾ വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജ്യാളികളായിട്ടുള്ളവരാണ് കാന്തയായി മാറാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിക്കും കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ ഉപയോഗിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവർ, ആരെയാ കർത്താവ് ഉപയോഗിക്കുന്നത്? നമ്മൾ 2 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നത് 2 തിമോത്തി 2-ന്റെ 21. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന്
ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. ഉടമസ്ഥന് ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവൻ. നമ്മളൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ അതിനൊന്നുമല്ല നമ്മളെ ആ നാളിലേക്ക് യോഗ്യരാക്കി തീർക്കുന്നത്. ഉടമസ്ഥന് നമ്മൾ ഉപയോഗമുള്ളവരായി തീർന്നോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ യജമാനന് ഉപയോഗമുള്ളൊരു പാത്രമാണോ? കർത്താവിന് എന്നെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് എന്താണ്? അവർക്ക് ലഭിക്കുന്ന വസ്ത്രത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ ക്രമം ലഭിച്ചു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, അതെന്താണ് ആ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ എത്രമാത്രം കർത്താവിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നെയ്തെടുക്കുന്ന വസ്ത്രമാണ് വിവാഹ ദിവസത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എത്രമാത്രം പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കപ്പെടുവാനും കർത്താവിന് നമ്മളെ ഉപയോഗിക്കുവാനും കഴിഞ്ഞു. നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 22:10 ഓരോ ചോദിച്ച പോലെ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് റോമർ 6:16-19 വായിക്കുന്ന പോലെ, എൻ്റെ അവയവങ്ങൾ കർത്താവേ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു ഒരു അടിമയെപ്പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അടിമയെപ്പോലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാൽ നെയ്തെടുക്കുന്ന വസ്ത്രമാണ് നമുക്ക് ഇവിടെ വിശേഷതയുള്ള വസ്ത്രമായി അന്ന് അണിയുവാനായിട്ട് ലഭിക്കാൻ പോകുന്നത്. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിത് ശരിയായ നിലയിൽ മനസ്സിലാക്കണം. ഇന്ന് അനേകരെയും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇതാണ് കന്യകയ്ക്ക് ന്യായാസനത്തിലെത്തുമ്പോൾ ധരിക്കുവാനായിട്ട് ലഭിക്കുന്നത്. ഇന്ന് നമ്മളിലൂടെ അങ്ങനൊരു നെയ്തെടുപ്പ് നടക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഈ നീതി പ്രവൃത്തികൾ, ഇതാണ് ഞാൻ നിങ്ങളെ എപ്പോഴും ഓർപ്പിക്കുന്ന ദേഹി രക്ഷ എന്നുള്ള കാര്യം. നമ്മുടെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുക. അവിടെ നമുക്ക് വേണ്ടി ഒന്നും ചിന്തിക്കാതെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവമാണ്. ഇതൊരു വലിയ, അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇന്ന് അനേകരെയും കർത്താവിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ ദുഃഖസത്യം. അപ്പോൾ ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എനിക്ക് ഓരോ ദിവസവും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വസിച്ചുകൊണ്ട് ഈ കർത്താവിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം 2 കൊരിന്ത്യർ 7:1 ഭയത്തോടും വിറയലോടും കൂടെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ വചനം പറയുന്നത് 2 കൊരിന്ത്യർ 7:1 അവസാനം, ഭയത്തോടും വിറയലോടും കൂടി. ഇന്ന് അനേകർക്കും ദൈവഭയമില്ല. ദൈവഭയം എന്ന് പറഞ്ഞാൽ ആദരവോട് കൂടിയ ദൈവത്തോടുള്ള അനുസരണമാണ് ദൈവഭയം. ഇതങ്ങനെയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കണം. നമ്മൾ 1 പത്രോസ് 1:17 വായിക്കുന്നുണ്ട്, പക്ഷപാതം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവത്തെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവം. നമ്മൾ ഈ ലോകയാത്ര വളരെ ഭയത്തോടെ കഴിക്കണം, വിറയലോടെ കഴിക്കണം.
ദൈവകരങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരു നേട്ടവും ഉണ്ടായില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലേകൾ എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവിനെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞോ? എനിക്ക് എന്നെ തന്നെ അശുദ്ധിയെ വെടിഞ്ഞ് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതാ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഓരോ ദിവസവും ഒന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിലും ഒന്നാം സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുക്കണം. നമുക്കറിയാം മത്തായി 6:33, ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പോൾ ആദ്യം അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം അത് നമ്മൾ കർത്താവിന് കൊടുക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള ഓരോ നിമിഷങ്ങളിലും നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആ ഒരു സമർപ്പണ ബോധത്തിൽ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ അധികമായി ഞാൻ പറയട്ടെ, കർത്താവിനിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ബോധത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായ ഒരു ജീവിതം. അപ്പം ഓരോ കാര്യങ്ങളിലും നമുക്കറിയാം, ഞാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവനാണ്, കർത്താവിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ കർത്താവിനെ തിരഞ്ഞതല്ല, കർത്താവിനെ തിരഞ്ഞെടുത്തു, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ തിരഞ്ഞെടുത്തു. നമുക്കറിയാമല്ലോ പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ആ വാക്യങ്ങൾ തുടർമാനമായി പറയാൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മുടെ ഇവിടെ വായിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഞാൻ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ കർത്താവിനെ എന്നെ ഉപയോഗിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടെ, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിത്തീരുന്നുണ്ടോ? നമ്മളെ എപ്പോൾ തിരഞ്ഞെടുത്തു? ഒരു സ്ഥാപനത്തിന് മുന്നമേ, എഫെസ്യർ 1:4. അപ്പോൾ നമ്മളെ എന്തിനു തിരഞ്ഞെടുത്തു? നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവിന് വേണ്ടി ഫലം കൊണ്ടുവരുവാൻ. അതാണ് യോഹന്നാൻ 15:16 കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ. നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറണം. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവിന് ഉപയോഗമുള്ളവരായി തീരണമെങ്കിൽ നമ്മൾ ഈ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഒരു വിശ്വാസത്തോടു കൂടി ഓരോ ദിവസവും കൂട്ടേണ്ട 7 കൂട്ടം കാര്യങ്ങളാണ്. ഇത് നമ്മളിൽ വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മൾ യജമാനന് പ്രയോജനമില്ലാത്തവരായി തീരുകയില്ല. യജമാനെ നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് യാതൊരു പ്രയാസം ഉണ്ടായില്ല. ശ്രദ്ധിക്കണം, ഞാനത് പറഞ്ഞങ്ങ് വിടാം. കാരണം ഇതൊക്കെ നമുക്ക് ഓരോന്നും വാക്കെടുത്ത് വ്യാഖ്യാനിക്കാൻ ഇതിനു മാത്രം നമുക്ക് സമയമില്ലെങ്കിലും വിശുദ്ധന്മാർക്ക് അത് മനസ്സിലാവും. നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഗ്രഹിക്കുവാൻ സഹായിക്കട്ടെ. ഇവിടെ 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ച്, എങ്ങനെ സകല ഉത്സവവും കഴിച്ച്, ആ പ്രയോഗം എത്ര അല്ലേ? സകല ഉത്സാഹവും, ഇതൊക്കെ വളരെ ഉത്സാഹത്തോടെ ചെയ്യണം പ്രിയമുള്ളവരെ. ഇത് ദൈവവിളി ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഉത്സാഹമില്ലെങ്കിൽ എന്താ പ്രയോജനം? ആ ഒരു ഉത്സാഹം കാണണം. നമ്മുടെ ഉത്സാഹം മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമായി മാറണം. അല്ലെങ്കിൽ എത്ര ദുഃഖകരമാണ്. നമുക്ക് ആ ഒരു ഉത്സാഹം ഇന്നുണ്ടോ? സകല ഉത്സാഹം കഴിച്ച്, നമുക്കറിയാം യിരെമ്യാവ് 48:10 വായിക്കുന്നുണ്ട്, യഹോവയുടെ പ്രവൃത്തികളെ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൽ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹം ഉണ്ടായിരിക്കണം. അവിടെ പറയാണ്, നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. 8-ാം വാക്യം പറയുന്നു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഇവ നിങ്ങൾക്കുണ്ടായി എന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തിൽ വർത്തമാന സമയത്ത് ഈ പ്രസന്റ് ദിവസങ്ങളിൽ ഇത് നമ്മളിൽ വർദ്ധിക്കുന്നുവെങ്കിൽ, കണ്ടോ, വർദ്ധിക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 കൂട്ടം കാര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുവെന്ന് നമുക്ക് ഒന്ന് ഉറപ്പിക്കുവാൻ കഴിയൂ. ചുമ്മാതെ അങ്ങോട്ട് നമ്മൾ ആരെങ്കിലും വിവാഹ ദിവസം വരുമ്പോൾ വെറുതെ അങ്ങ് പോവോ, വെറുതെ അങ്ങ് എഴുന്നേറ്റ് പോവോ? ഇല്ല. ഒരുക്കം, ആ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 കൂട്ട കാര്യങ്ങളും.
ഇത് നിങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ പ്രായോഗികമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇടറുവാനിടയാകില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസത്തേക്ക് യോഗ്യരായി തീരും. അതാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം എന്താണ്? നമ്മളിൽ തന്നെ നമ്മുടെ മനസാക്ഷി നമ്മളോട് എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? അത് കേൾക്കണ്ടേ? കൂട്ടായ്മകൾക്കുള്ള ഉത്സാഹം, സാക്ഷ്യം പറയാനുള്ള ഉത്സാഹം, കർത്താവിനെ സാക്ഷിക്കുന്നതിനുള്ള ഉത്സാഹം, പ്രാർത്ഥനാ ജീവിതം, ദൈവവചന പഠനം, ധ്യാനം, ഇവയെല്ലാം നമ്മൾ പരിശോധിക്കണം. ഇത് കഴിഞ്ഞ നാളുകളേക്കാൾ നമ്മൾക്ക് വർദ്ധിക്കുകയാണോ അതോ കുറയുകയാണോ? അനേകരുടെയും ജീവിതത്തിൽ ഇതൊക്കെ വളരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. പൗലോസ് തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഫിലിപ്പ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഫിലിപ്പ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. കണ്ടോ, അവിടെ താൻ പറയുന്നത് എന്നാണ്? അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഉറപ്പാകും. കാരണം താനൊരു കാര്യം എപ്പോഴും ഉറപ്പിച്ച ജീവിച്ചേ. നമുക്കറിയാം ഗലാത്യർ 2:20, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അതാ വിഷയം. ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് ഉറപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാവും. കാരണം ആ ഓട്ടമൊന്നും വെറുതെ ആയില്ല. കാരണം ആ ഓടിയതെല്ലാം കർത്താവിനോട് കൂടെ എന്ന് മാത്രമല്ല, അത് കർത്താവ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. എത്ര ശ്രേഷ്ഠം! അതുകൊണ്ടല്ലേ ഫിലിപ്പിയർ 1:20 താൻ പറഞ്ഞത്, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. കാരണം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കിയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിനെ എല്ലാ നിലയിലും അനുഗമിച്ചുകൊണ്ടും പ്രതിബിംബിച്ചുകൊണ്ടുള്ള ജീവിതം, കർത്താവിനെ സ്വാധീനപ്പെടുത്തിയുള്ള ജീവിതം. അപ്പം അന്ന് വിവാഹത്തിന് നമുക്ക് ലഭിക്കാനുള്ള ആ ശ്രേഷ്ഠ വസ്ത്രം എന്നുള്ളത് അത് നീതി പ്രവർത്തികൾ. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ അത് കഴിയൂ. എന്നാൽ നമുക്കറിയാം, അനേക വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിരാശരാവും, അവർ ആ ഉത്സാഹമൊക്കെ വെടിയും. അങ്ങനെ ഒരു കാര്യമല്ലേ നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഗലാത്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത് 5:7, നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം, നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ തടുത്തു കളഞ്ഞു. കൊണ്ട് ഒരു ചോദ്യം. ഗലാത്യ വിശ്വാസികളുടെ മധ്യത്തിൽ അനേക ദുരുപദേശങ്ങളൊക്കെ കടന്നു വന്നതിൻ്റെ ഫലമായി അവരുടെ ഓട്ടത്തിലൊക്കെ മാന്യതയുണ്ടായി. അപ്പോൾ പൗലോസയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, എന്ത് പറ്റി ആ ഓട്ടത്തിന്? അല്ലേ, നമ്മൾ ചിലർ ചോദിക്കാറില്ലേ, എന്ത് പറ്റി, കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, കഴിഞ്ഞ ചില ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിൽ കാണുന്നില്ലല്ലോ. ഇവിടെ ചിലർക്ക് ഇന്ന് അങ്ങനെ ചോദിക്കുന്നത് തന്നെ അവർക്ക് വലിയ ദേഷ്യമാണ്. കാരണം വീണ് കിടക്കുക. ചിന്തിക്കണം, അങ്ങനെയുള്ളവർക്ക് ആ കാന്തയുടെ പദവിയിൽ എത്താൻ പറ്റിയില്ല. അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഉപയോഗമുള്ളൊരു പാത്രമായി ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ പ്രാഗൽഭ്യമുണ്ടാവും. നമ്മൾ ഓരോ ദിവസവും നമുക്കറിയാം, ജയാളികളുടെ അടയാളമായിട്ട് വെളിപ്പാട് 12:11 വായിക്കുന്നത് എന്തുവാ? അവർ തൻ്റെ പ്രാണനെയും സ്നേഹിച്ചില്ല. പ്രാണനെ സ്നേഹിക്കാതെ, പ്രാണനെ ഇവിടെ പൗലോസ് അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിന് വേണ്ടി തൻ്റെ പ്രാണനെ ഒഴുക്കിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്നു. അതാ നമ്മുടെ പ്രാണനെ രക്ഷിക്കാൻ നോക്കുന്നവരത് കളയും. എന്നാൽ മറ്റുള്ളവരും ക്രിസ്തുവിൽ വളരേണ്ടതിന് തൻ്റെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഒഴുക്കിക്കളയുന്ന ഒരനുഭവം, അതിൽ സന്തോഷം. അതാണ് പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നിലയിലും നമുക്ക്
കഷ്ടനഷ്ടങ്ങളിലൂടെ പോകുവാനുള്ള ഒരുക്കം, ആ ഒരു സമർപ്പണം, അതാണ് നമ്മളെ ജയാളികളാക്കി മാറ്റുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് ജയാളിയായാൽ ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയാളികളെ താൻ എന്ത് ചെയ്താ പറഞ്ഞേ? വെളിപ്പാട് 3:21, എന്നോടുകൂടെ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാനുള്ള, അത് കർത്താവിൻ്റെ കാന്തയ്ക്ക് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ കാന്ത മാത്രം ജയാളിയായിട്ട് തന്നോട് കൂടെ ഇരിക്കും. അപ്പോൾ അന്ന് കർത്താവിനോട് കൂടെ ജയാളിയായി കാന്തയായി കർത്താവിനോട് ഇരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ എന്തായിരിക്കണം? ഇന്ന് നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അവൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? ഓരോ ദിവസവും നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനാണോ അതോ എന്നിൽ കർത്താവാണോ ജീവിക്കുന്നത്? എനിക്ക് എൻ്റെ കർത്താവിന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് അനേകരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാത്തത്, അവരെ കർത്താവിൻ്റെ സ്നേഹം നിർബന്ധിച്ച് നടത്താത്തത്, അവർ വീണ്ടും ജഡത്തിലേക്കായി പോകുന്നു. അവർ പഴയ മനുഷ്യരിലേക്കായി പോകുന്നു. പഴയ സ്വഭാവങ്ങൾ പലതും അവരിൽ വീണ്ടും ജീവിക്കാൻ ആരംഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെട്ടുള്ളൂ. നമ്മുടെ പ്രാണനിലും ശരീരത്തിലും നമുക്ക് രക്ഷ ഇനി ബാക്കിയാ. അത് ഓരോ ദിവസവും പ്രാണന്റെ രക്ഷ നടന്നുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വരവിൻ ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയുമാകും. ഇത് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ശരീരമാണ്. എന്നാൽ ഈ ശരീരത്തെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു ക്രൂശിൽ എന്ന് നമ്മൾ കാണണം. അത് നമ്മൾ വിശ്വാസ കണ്ണുകളോട് കാണണം. നമുക്കറിയാമല്ലോ, ഇപ്പം യേശയ്യാവ് കർത്താവ് ഈ ലോകത്തിൽ വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം പേറി ക്രൂശിൽ മരിച്ചത് ചിത്രമായി എഴുതി തന്നു. അത് നടന്നു കഴിഞ്ഞതുപോലെയല്ലേ എഴുതി തന്നിരിക്കുന്നേ, അല്ലേ? നമ്മൾ ആ യേശയ്യാവ് 53-ാം അധ്യായം 6-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് വേണ്ടി അത് സംഭവിച്ചത് കഴിഞ്ഞതുപോലെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ എഴുതപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ക്രൂശിൽ മരിച്ചു എന്നുള്ളത്. റോമർ 6:6. നമ്മുടെ പഴയ മനുഷ്യൻ അത് തീർന്നു. അത് നമ്മൾ വിശ്വാസത്താൽ കാണണം. അത് നമ്മൾ വിശ്വാസത്തിൽ കണ്ടാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്തു? ഇന്ന് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ്? അതോ ഞാനാണോ? ഞാനാണെങ്കിൽ ഉടനെ പ്രതികരിക്കും, കർത്താവാണെങ്കിൽ പ്രതികരിക്കത്തില്ല. അതാ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കണം. ഞാൻ മരിച്ചോ എന്നെ അറിയണേ. കർത്താവ് മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കുന്തം കൊണ്ട് കുത്തി. ഇതുപോലെ നമ്മളെയും ചില കുന്തം കൊണ്ട് കുത്തി കഴിയുമ്പോൾ അറിയാം. എന്താ എന്നെ കുത്തുന്നേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മരിച്ചിട്ടില്ല. നമ്മുടെ മരണം ഉറപ്പാക്കണം. നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നമ്മിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കർത്താവ് തന്നോടുകൂടെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്ന നമ്മൾ എഫേസ്യ ലേഖനം ആ വാക്യങ്ങളൊക്കെ എത്ര നമ്മൾ പരിശുദ്ധാത്മാവിൽ ആ വാക്യങ്ങളെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം സ്തുതിക്കാനിടയാവും. നമ്മൾ എഫേസ്യ 2:6-7 വാക്യം, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുമെന്നല്ല, ചെയ്തു. അതും ഒരു ഭൂതകാല പ്രയോഗമാണ്. അപ്പോൾ ഇന്ന് വിശുദ്ധന്മാർ എവിടെയാണ്? പിതാവിൻ്റെ ദൃഷ്ടിയിൽ നമ്മളെയും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ? നമുക്ക് ഇന്ന് കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ടോ? എന്നാ വചനം പറയുന്നേ. അപ്പൊ കർത്താവിന്റെ ദൃഷ്ടിയിലൂടെ നമ്മയും കർത്താവിനോടുകൂടി ഇരിക്കുന്നത് നമുക്ക് കാണുവാനും കഴിയത്തക്ക നിലയിൽ ഇന്ന് നമുക്കൊരു ജയാളിയായിട്ട് ക്രിസ്തു ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കഴിയും. ഇത് കഴിയത്തക്ക നിലയിലാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ.
അത് ഞാനൊന്ന് ഒരല്പമായിട്ട് വിശദീകരിക്കാം. നമുക്ക് അങ്ങനെ ഞാൻ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഉറച്ച കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം നമ്മൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചിതമാണെങ്കിലും ഞാൻ വായിച്ചേൽപ്പിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ കേട്ടോ, നിങ്ങൾ കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റ് അത് ഉറപ്പാണെങ്കിൽ എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ അന്വേഷണം ഉയരത്തിലുള്ളവയായിരിക്കും, അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ളവയായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. കുഴപ്പമില്ല. ഹലോ, നമ്മുടെ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ഒരു അനുഭവമാണോ ഇത് നമുക്ക്? ഇന്ന് വിശുദ്ധന്മാരിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന എത്രയോ ആൾക്കാർക്ക് ഉയരത്തിലുള്ളത് ചിന്തിക്കാനോ അന്വേഷിക്കാനോ ഒന്നും ഒട്ടും സമയമില്ല പോലും. അവർക്ക് തിന്നാനും കുടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാം സമയമുണ്ട്. എന്നാൽ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കാൻ പോലും അനേകർക്കും ഇന്ന് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ. അവർക്ക് ഈ സ്വർഗീയ ദർശനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം. എന്നാൽ ഇവിടെ നമ്മൾ കർത്താവിനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നമ്മൾ ഉയർപ്പിക്കപ്പെട്ട് ഇന്ന് കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പിതാവ് നമ്മളെ ക്രിസ്തുവിനോട് കാണുന്ന ആ അനുഭവം, ആ ഒരു യാഥാർത്ഥ്യം, അത് കർത്താവ് ചെയ്തു കഴിഞ്ഞതാ, ദൈവം ചെയ്തു കഴിഞ്ഞതാ. ഇത് നമ്മൾ വിശ്വാസങ്ങളോട് കാണുന്നുവെങ്കിൽ ആ വിശുദ്ധൻ ഇന്ന് ചെയ്യുന്നത് ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കും, നിത്യതയുടെ കാര്യങ്ങൾ അന്വേഷിക്കും, നിത്യതയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. ഇതാണ് അവൻ്റെ അടയാളം. ഇവിടെ നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ? നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം ഇന്ന് നിത്യതയാണോ? അതാ ദൈവമക്കളെ മനസ്സിലാക്കണ്ടേ. നമുക്കറിയാം, ഞാൻ ഇതിനു മുൻപും പലപ്പോഴും പറയാറുള്ള ഒരു വാക്യം, സങ്കീർത്തനം 73:25 ആസാവ് പറയുന്ന കാര്യം, സ്വർഗത്തിൽ നീ അല്ലാതെ മറ്റാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണോ പ്രിയമുള്ളവർ നമ്മുടെ ആഗ്രഹം? ഇത് നമ്മൾ ദൈവത്തെയാണോ ആഗ്രഹിക്കുന്നത്? ഇതേ ചിന്താഗതിക്കാരനായിരുന്നു നമ്മുടെ പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ ഈ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിച്ചാൽ, ഞാൻ പറയുന്നത് വിശുദ്ധന്മാർ ഇതൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കണം. നമ്മൾ ഫിലിപ്പ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യം, അതൊക്കെ ഒന്ന് പറയണമെങ്കിൽ നമുക്കറിയാം എന്തുമാത്രം സമയം വേണം. ഞാനതൊന്ന് വായിച്ചു വിടാം. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിൻ്റെ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പൗലോസ്ലീഹ പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മുടെ കർത്താവ് ആരാ? ആ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടോ? ആ കർത്താവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ആ കർത്താവിനെ നമുക്ക് അറിയേണ്ടുമോ അറിയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ എത്രയെല്ലാം അറിയാൻ ശ്രമിച്ചാലും നമുക്കൊരു ചെറിയ അറിവ് മാത്രമേ ലഭിക്കൂ. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് അറിയുവാൻ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കണം. കർത്താവിനെ അറിയുവാൻ ഇന്നും പലർക്കും, രക്ഷിക്കപ്പെട്ട പലർക്കും ഒരു താല്പര്യമില്ല. കർത്താവിനോട് കൂടെ സമയം ചെലവഴിക്കാൻ പോലും ജനങ്ങൾക്ക് സമയമില്ല. അവർക്ക് കർത്താവിനേക്കാളും വലിയത് അല്ല, നിത്യതയിലുള്ള സ്വർഗീയമായ കാര്യങ്ങളെക്കാളും വിലമതിക്കുന്നത് അവർക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ സമയം മുഴുവൻ ചെലവഴിക്കുക. എന്തിനാ? ഈ ലോകത്തിലെ ധനം നേടുവാൻ, സ്ഥാനമാനങ്ങൾ നേടുവാൻ, കസേരകൾക്ക് വേണ്ടി. എത്ര ദുഃഖകരമറിയോ മക്കളെ. പൗലോസ്ലീഹ സന്നിധിയിലെയും സംഘത്തിലെയും അംഗമായിരുന്നു. താനൊരു ജഡ്ജിയായിരുന്നു, താൻ വലിയൊരു അധികാരിയായിരുന്നു.
എന്നാൽ താൻ പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ചവർന്നെണ്ണുന്നു. അത് മാത്രമല്ല, തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 9 മുതൽ വീണ്ടും വായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വെല്ലവിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്നെണ്ണുന്നു. എല്ലാം വേസ്റ്റ്, ചവർന്നെണ്ണുന്നു. നോക്കുക പ്രിയമുള്ളവരെ, ലോകത്തിൽ എനിക്ക് നല്ല സ്ഥാനമാനങ്ങളുള്ള ആളായി, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്ന ഒരു പാത്രമായി, നല്ല സുഖമായി ജീവിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുമുള്ള പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എനിക്ക് ഇനി ലോകത്തെ അല്ല നേടേണ്ടത്, ഞാൻ ക്രിസ്തുവിനെ എനിക്ക് നേടണം. എനിക്ക് ക്രിസ്തുവിൽ എപ്പോഴും കാണപ്പെടണം. അവന്റെ കഷ്ടാനുഭവങ്ങൾ എനിക്ക് കൂട്ടാളിയാകണം. മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം ഏത് വിധേയനും പ്രാപിക്കണം. എന്താ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ലക്ഷ്യം അങ്ങനെയാണോ? നമ്മുടെ ജീവിതം ഇന്ന് ക്രിസ്തുവിനെ നേടണമെന്നുള്ള ആഗ്രഹത്തിലാണോ? അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ അനുഭവിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? കഷ്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും പലരും മോതിരിക്കുക. എത്ര ദുഃഖമല്ലേ! ക്രിസ്തുവിലായ ശേഷം ദൈവമക്കളെ, നമുക്ക് വരാവുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ കഷ്ടങ്ങളെ ഒന്നും നമ്മൾ നഷ്ടമാക്കരുത്. ആ പാതയിലൂടെ തന്നെ പോകുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, തീയിൽ മുളച്ചത് വെയിലത്ത് വാടുകയില്ല എന്നൊരു മലയാളത്തിലൊരു കാവത്തുണ്ട്, ഒരു പറച്ചിലുണ്ട്. വളരെയധികം പ്രതികൂലത്തിൻ്റെ മധ്യത്തിലൂടെ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിയതാ. എൻ്റെ ജീവിതവും വളരെ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. എല്ലാവരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, സ്നേഹിതരിൽ നിന്നും, ജോലി സ്ഥലത്തും എല്ലാം വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലൂടെ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കാര്യം വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഒരു റോമൻ കാത്തലിക് കുടുംബത്തിൽ നിന്നും 5 സഹോദരിമാർ, 4 സഹോദരന്മാർ, അതിൽ 3 പേർ കന്യാസ്ത്രീകൾ, അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നും കർത്താവിൻ്റെ സാക്ഷിയായി, കർത്താവിനെ ആദ്യ ഫലമായി ആ ഭവനത്തിൽ നിന്ന് മാത്രമല്ല, ആ ദേശത്തു നിന്നും ആദ്യ ഫലമായി കർത്താവിനെ വിളിച്ച് വേർപെടുത്തി, കർത്താവിനെ മാറ്റപ്പെടുത്തുവാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവമുള്ളവരെ, കർത്താവിനുള്ള വിളിയുടെ മഹത്വം മനസ്സിലാക്കി ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഏതൊരവസ്ഥയിലും കർത്താവിനെ സാക്ഷിക്കുന്നതിൽ, കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതിൽ, അല്ല അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ ഉത്സാഹത്തോടെ ഓടുവാൻ ഈ നിമിഷം വരെയും കർത്താവ് സഹായിച്ചു. അനേക അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇപ്പോൾ ഇതൊന്നും പങ്കുവയ്ക്കുന്നില്ല. കർത്താവ് അവസരം തരുന്നത് പോലെ ചില കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, താൻ ഒരിക്കലും താൻ അങ്ങോട്ട് തൃപ്തനായി വസിച്ച് കഴിയുന്നില്ല. കാരണം വീണ്ടും പറയുന്നത്, ഞാൻ അവിടെ അതിൻ്റെ 11 മുതൽ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. താൻ ഓടുക.
കർത്താവിന് മഹത്വം. തൻ്റെ ഓട്ടത്തിൽ തൻ്റെ ലക്ഷ്യം ബിരുദ പ്രാപിക്കണം. ഓടുന്നവരെല്ലാവരും ഓടുന്നു, ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം താൻ ഓടി. താൻ ഓട്ടം തികച്ചു. താൻ നല്ലപോലെ പൊരുതി. താൻ വിശ്വാസം കാത്തു. അതെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അന്ത്യത്തിൽ നമുക്കിങ്ങനെ പറയാനിടയാകട്ടെ. വളരെ എനിക്കെല്ലാം അറിയാം, ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്താഗതി നമ്മളെ ഭരിക്കരുതേ. അവസാന നിമിഷം വരെയും, നമ്മുടെ അവസാന ശ്വാസം വരെയും കർത്താവിനെ സാക്ഷിക്കുന്നതിലും കർത്താവിനെ നമ്മൾ പ്രാപിക്കുന്നതിലും കർത്താവിനെ നേടുന്നതിലും എപ്പോഴും കർത്താവിൽ തന്നെ ആകുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ആ നാളിൽ സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ അവൻ്റെ കാന്തയായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കണം. നമുക്ക് ലഭിക്കാൻ പോകുന്ന വസ്ത്രം നമ്മുടെ നീതി പ്രവൃത്തികളാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ചെയ്തതല്ല പ്രിയമുള്ളവരെ, നമ്മിലൂടെ കർത്താവിന് ചെയ്യുവാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ എത്രമാത്രം കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഓരോ ദിവസവും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനിടയായിത്തീരും. ആ നാളിൽ അതേ സന്തോഷിച്ച് ഉല്ലസിക്കുവാനിടയാവും. നമുക്ക് വാട്ടവും കോട്ടവും ഇല്ലാത്ത അനുഗ്രഹീതമായിരിക്കുന്ന ആ വസ്ത്രം നമുക്ക് ധരിക്കുവാനിടയാവും. നമുക്ക് ആ വസ്ത്രം നെയ്യുന്നതിൽ, അത് ഒരുക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അങ്ങനെയുള്ള ഒരു വസ്ത്രം നമുക്ക് നെയ്തെടുക്കുവാൻ നാം അത് നെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ നീതിപ്രവർത്തികളാണ്. നമ്മളാരും നീതിപ്രവർത്തികളാൽ രക്ഷിക്കപ്പെട്ടവരല്ല, എന്നാൽ നീതിപ്രവർത്തികൾക്കായി രക്ഷിക്കപ്പെട്ടവരാണ്. അത് നമ്മിലൂടെ കർത്താവ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അത് കർത്താവിന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ധന്യരായി, നമുക്ക് സന്തോഷിക്കാനിടയുണ്ട്. അതുകൊണ്ട് സമയം ഇച്ചിരി അതിക്രമിച്ചുകൊണ്ട് ഞാൻ അവിടെ നിർത്തട്ടെ. നാളെ ബാക്കി പറയാം. ഇതൊന്നും തീരത്തില്ലല്ലോ. എന്നാൽ നമ്മുടെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് നമ്മളിൽ കർത്താവ് ജീവിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുകയല്ല, കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിച്ച് അത് നിത്യതയിൽ നമുക്ക് ഒരു വലിയ പ്രതിഫലമായി മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒന്നുകൂടെ ഘോഷിപ്പിക്കട്ടെ. ഒന്നുകൂടെ ക്രിസ്തുവിനെ നേടുന്നവരായി, ക്രിസ്താനുരൂപരായി, കർത്താവിന് പ്രസാദമുള്ളവരായി ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനാളിന് വേണ്ടി ഒരുങ്ങാം. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.